ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിവുവിന് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി പോവാണ്. ഷിവുവിനെ പുതിയ സ്കൂളിലേക്ക് ചേർത്താറായില്ലോ. അപ്പോൾ വലിയ കുട്ടിയായി നമ്മുടെ ഷിവു. അപ്പോൾ അവളെ ചേർത്താൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് വേണം. അപ്പോൾ എന്തായാലും ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷിവു വലിയ സംസാരങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കര ചൂടെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷിവു. അവൾക്കാണെങ്കിൽ ഉഷ്ണം അങ്ങനെ പറ്റില്ല, അവൾക്ക് എപ്പോഴും ഫാൻ വേണം. അങ്ങനെയാണ്. അപ്പോൾ അതേ ഷിവുവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷിവു ആണെന്നുണ്ടെങ്കിൽ നല്ല പോസ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവളിങ്ങനെ പോസ് ചെയ്ത് നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതേ കുട്ടി ടയേർഡായി വരുന്ന വഴിക്ക് പോയ കാര്യം 8 നിലയിൽ പൊട്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സൈറ്റിന് എന്തോ പ്രശ്നമായിട്ട് ഈ വിരലടയാളം നോക്കില്ല, അത് വർക്ക് ആവണില്ല. അപ്പൊ അവര് പറഞ്ഞ തിങ്കളാഴ്ച വരാൻ. ഷിവു ആണെങ്കിൽ ഫോട്ടോക്കൊക്കെ നല്ല രീതിയിൽ പോസ് ഒക്കെ അവള് നമ്മൾ ഇൻസ്റ്റയിലേക്കൊക്കെ ഫോട്ടോസ് എടുക്കില്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ നിക്ക അവള് അതേപോലെ അടിച്ചിട്ടാ. അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ പുതിയ താമസിക്കാൻ പോകുന്ന വീടിന്റെ വഴിയിലാണ് കേട്ടോ. ആ വഴിയാണ് കുറച്ച് ബാഡ് വഴിയാണ്, നല്ല വഴിയല്ലേ. റോഡ് ഒത്തിരി ശരിയാക്കാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ. വീട് കാണിച്ചാടാ ഗൈസ്. അപ്പോ ഇതാണ് ഗൈസ് നമ്മൾ താമസിക്കാൻ പോകുന്ന പുതിയ വീട് ഗൈസ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൊരു സംഭവം വൈഡത് നല്ല ഗേറ്റ് ഉണ്ട്, ഗേറ്റും ഒരു ലൈറ്റ് ഉണ്ട്. ഉള്ളില് നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച് ഉണ്ട്, ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് മുറ്റത്ത്. അപ്പൊ ഷിവുവിന് അത്യാവശ്യം കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ട് കളിക്കാനുള്ള സ്ഥലമുണ്ട്. 2 ഏക്കർ എന്നൊക്കെ കേട്ടത് സ്ഥലം. അപ്പൊ ഇതാണ് വഴി. ഈ വഴി അങ്ങോട്ട് നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തൂട്ടാ. ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. അപ്പൊ ഇതാണ് വീട്. ഇനി നമ്മളിപ്പോ ഈ വീടിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മള് വഴിയെ കാണിക്കുന്നതായിരിക്കും. ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ പട്ടികുട്ടീന് ഞാനും പുറത്താണ്. നമ്മള് എവിടേക്കാ പോണേ? എന്നിട്ട് അങ്ങനെ തന്നെയാട്ടോ പറയുന്നത്. കുട്ടി പറയണതാണ് ഏറ്റവും കറക്റ്റ്. അപ്പൊ ഞങ്ങൾ കൊളിയർ മേടിക്കാൻ പോവാണ്. അപ്പൊ അത് നമ്മള് മെറ്റീരിയൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയലാണ് കേട്ടോ പറഞ്ഞെടുത്ത ശിവ. എന്താ ഓർഡർ? അങ്കൻവാടിയിൽ കൊണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ ശിവനെ. അപ്പൊ ഇന്ന് എവിടെ മൂത്രമൊഴിച്ചു? സീറ്റില് മൂത്രമൊഴിച്ചു. അങ്ങനെ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയോട് കാറിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. പിന്നെ കുട്ടി കാറ് കഴിയിട്ട കാരണം കൊണ്ട് പുറത്ത് ചെളിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഷിവു പുറത്തേക്ക് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. സാധാരണ അവള് മൂത്രമൊഴിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അവള് പറയും അമ്മയ്ക്ക് മൂത്രമൊഴിക്കാന്ന് പറഞ്ഞിട്ട് മൂത്രമൊഴിക്കും. പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയ സമയം കൊണ്ട് ആള് പുറത്തിറങ്ങരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതനുസരിക്കാൻ വേണം. അത് കാരണം കൊണ്ട് ആള് ഇതിന്റെ ഉള്ളിൽ പണി പറ്റിച്ചു. കൊറേ കാര്യങ്ങൾ എന്റെ കുട്ടിക്ക് പറയാണ്ട്. അത് പറഞ്ഞു. പറപ്പൂരിക്ക് പോവാണ്, DTDCയിലേക്ക്. അപ്പൊ നമുക്ക് അവിടേക്ക് പോണം. കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട് അമ്മയ്ക്ക്. അപ്പൊ പട്ടികുട്ടിക്കുണ്ട്, പട്ടികുട്ടിക്ക് കാണിച്ചത് പട്ടി സംസാരിക്ക്. നമ്മളെന്താ വിളിക്കുക? ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു തൊയിരൊന്നും പറഞ്ഞു കൊടുക്കില്ല. വീണ്ടും കരിമീൻ ജ്യൂസ്. കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു കരിമീൻ ജ്യൂസ്. ഇഷ്ടല്ല ഗൈസ്, എനിക്ക് വേണ്ട. ശിവന് കൊടുക്കും. ഇതങ്ങനെ വലുതായി കേട്ടാ. നോക്കി, ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വലുതായി. അങ്ങനെ നമ്മളപ്പോ വീടൊക്കെ മാറാണ്. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാണ്. കുറെ സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട്, കുറെ സാധനങ്ങൾ വൃത്തിയാക്കി എടുക്കാനുണ്ട്.
അപ്പൊ എല്ലാ സാധനങ്ങളും നോക്കി നോക്കി കുറച്ചായിട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ നിസാര സാധനങ്ങളെല്ലാം ഉള്ളത്. അത് കാരണം കൊണ്ട് തന്നെയാണ് വലിയ വീട് എടുക്കണതും. വലിയ വീട് ഇപ്പൊ നോക്കിയിട്ട് എടുക്കണതും. കുറേ അധികം സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാളുള്ളെങ്കിൽ പോലും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു വീട് വേണം. അത് കാരണം കൊണ്ടാണ് വലിയ വീട് നോക്കി എടുക്കണത്. അങ്ങനെ കൊറിയർ മേടിക്കാൻ പോണ വഴി അടുത്ത് തന്നെയാണ് വീട്. അത് കാരണം കൊണ്ട് വീട്ടിലേക്ക് ഒന്ന് കയറി. അപ്പോൾ വെളിച്ചെണ്ണ ആട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിലത്ത് വെക്കണമല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചേ. പിന്നെ എന്തൊക്കെയോ സ്ക്രൂ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ശിവ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് വേറെ സ്വഭാവം, വീട്ടിലെത്തി കഴിഞ്ഞ് വേറെ സ്വഭാവം കേട്ടോ. ഇവിടെ അച്ചാച്ചനും അമ്മാമ്മയും ഉണ്ടല്ലോ, അപ്പോൾ ഇവർ ഭയങ്കര കെയറിങ്ങാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് നിർത്തില്ല. അപ്പോൾ അതേപോലെയാണ് എന്താ പറയുക, ഞങ്ങൾ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ കുറച്ച് കുറുമ്പ് കൂടും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ശിവുവിന് മേടിച്ചിട്ടുള്ള ലവ് ബേർഡ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ വണ്ടി കേടായ കാരണം കൊണ്ട് നമ്മളൊരു വണ്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സെക്കൻഡ് ആയ കാരണം കൊണ്ട് അത് കംപ്ലൈൻ്റ് ആയി. ഞങ്ങൾ ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് കുട്ടുക ചേട്ടനെ വിളിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരുമെന്ന് അറിയില്ല. അപ്പോഴേക്കും അച്ഛത് ഞങ്ങൾക്ക് മാങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിത് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കുറച്ച് നേരം കിടന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറി നടക്കാൻ ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ ശിവ ഓടിയിട്ട് ഒന്ന് വീണായിരുന്നു ഗായ്സ്. വൈകിട്ടൊരു 5:30 കഴിഞ്ഞ് 6 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങാറുണ്ട്. ഇത് നമ്മുടെ അമ്പലം. ഇത്ര നേരം പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ട് നിന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പൂരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അറിയണ ഒരു അച്ചാച്ചനാണ്. അച്ചാച്ചൻ ഈ ഒരു നേരമാകുമ്പോൾ പശുക്കളൊക്കെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങാറുണ്ട്. നാളേക്കായിട്ട് ഞാൻ നൈസ് കമ്പനിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടാട്ടോ കമ്പനി ഇത്. അപ്പം ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇത് നമ്മുടെ ഒരു സ്വന്തം ഗ്രാമം പോലെ. ഇപ്പം എന്നൊരു ഹോണടി കേട്ടില്ലേ, താരുവിൻ്റെ പപ്പയുടെ ആയിരുന്നു കേട്ടോ. ശിവുവിൻ്റെ കൂട്ടുകാരിയുടെ അച്ഛൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങളോട് കുറച്ച് നേരം സംസാരിച്ച ആൾ പോയി. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മണിയും വാളും പിടിച്ചിട്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ മിക്ക സന്ധ്യകളിലും ഇത് കാണാറുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാട്ടല്ലേ ശിവ. ഞാൻ ശിവന് ചെറുപ്പത്തിലെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടെ ഇരിക്കാറുണ്ട്. ഇവിടെ ഉണ്ടോ ഒരു കല്ല് പോലത്തെ സെറ്റപ്പ്, അപ്പുറത്ത് വെള്ളം ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെ വെള്ളം പോവും. ഈ ഇതിലേക്കാണ് ഞാൻ ശിവനെ ഇറക്കാറുള്ളത്. ശിവ ശരിക്കും ഇവിടെ ഞങ്ങളൊരു 2.5 വയസ്സ് ശിവന്, 2.5 വയസ്സുള്ളപ്പോൾ വന്നിട്ട് ഇപ്പം 4 വയസ്സായി ശിവന്. എന്നിട്ടല്ലേ നമ്മൾ ഇവിടുന്ന് പോണേ. എനിക്ക് ആൾക്കാരോട് പറയും വിശേഷങ്ങൾ പറയും. ഒരു ബീച്ച് വേണം അല്ലേ? അപ്പോൾ വീണ്ടും വീണു. അച്ഛമ്മേടെ എന്ത് വീണപ്പോഴേ ഇനിയും വീണല് കിട്ടിയില്ലേ? വേദന എടുത്തു പിന്നെ വേദന എടുത്തു. അപ്പോൾ എന്താ വീഴാൻ കാരണം ശിവ? അപ്പോൾ ഇവിടെ ഇരിക്കാണ് കേട്ടോ നമ്മള്. അപ്പോൾ ബൈ ബൈ ചാച്ചാ. തുടങ്ങിയിട്ടല്ലോ. ശിവുന്ന് എങ്ങടെ പോയെന്ന് പറയും. ശിവുന്ന് എന്തെടുക്കാനാ പോയതെന്ന്? ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എന്തിനാ? എന്തെടുക്കാനാ? എന്തെടുക്കാനാ പോയി? ഷൂട്ടി ഇന്ന് ആധാർ കാർഡ് എടുക്കാൻ പോയാ? എടുക്കാൻ പോയില്ല. ഇല്ലേ? എടുക്കാൻ പോയുള്ളൂ. അവിടേക്കാണ് എടുക്കാൻ പറയാം. ആ ശരി. അല്ല ശിവ നോക്കി, അംഗനവാടി വീടാണ്. എന്താ പറയാനുള്ള? എന്താ പറയാനുള്ള ശിവ? ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യോ? അപ്പൊ നമ്മള് താരന്റെ കൂടിയാണ് നമ്മുടെ ഇവര് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് താരും ശിവും. അവിടെ രണ്ടാളും ഒരുമിച്ച് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പിടിവാശി. ഇപ്പഴിങ്ങനെ അല്ലേ? ടീച്ചർ പറയാറുണ്ട് ഇവരെ ഫ്രണ്ട്ഷിപ്പ് പോലെ എവിടെയും കണ്ടിട്ടില്ല ഈ പ്രായത്തിലാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. എന്തൊക്കെയാണ് സ്നേഹം. ഇങ്ങോട്ട് നോക്ക്. നമ്മൾ കാട്ടുപന്നിനെ കണ്ടത് ഓർമ്മയില്ലേ? 2 കാട്ടുപന്നി ഇറങ്ങിട്ടാ കാര്യമായിട്ടാ, തമാശല്ല. ഞാൻ നോക്കുമ്പോൾ 2 പോണു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണണത്. ഇതുവരെ കാണാത്ത പോലത്തെ ഒരു സാധനം. പട്ടീനെ പൂച്ച നമ്മൾ കാണാറുണ്ട് അല്ലേ? ആ മയിൽ നടക്കണ പോലെ കാണിച്ചു കൊടുക്കോ ഗൈസിന്? ആ ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് മയിൽ നടക്കണത്. ഇതൊക്കെ നമ്മുടെ സ്വന്തം അച്ചാച്ചന്മാരാണ്. സ്വന്തം നാട്ടിലുള്ളവർ. നന്ന പരിചയം ഇതാണ്. നമ്മളെല്ലാ ഗ്രാമത്തിൽ പോയി ഇങ്ങനെ പരിചയപ്പെടും.
കുറെ കഴിഞ്ഞാൽ നമ്മളോട് അങ്ങനെ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോവാം. പറ്റുമോ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഷിവുവിൻ്റെ ഈ നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഗൈസ് ബൈ.